ഹലോ, വെൽക്കം ടു മറിയംസ് ലിറ്റിൽ ഓവൻ. അപ്പോൾ നമുക്ക് ഇന്ന് നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന കലത്തപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ കലത്തപ്പം കണ്ടില്ലേ, നല്ല ഇറച്ചി പോലെ അതിൻ്റെ നാരുകൾ പോലെ നാരെടുത്തിട്ടുള്ള കലത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാം. ചായ തിളക്കുന്ന ആ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കാം. ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കിയതുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ആ ജാറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 കപ്പ് അരിപ്പൊടി, അതായത് പത്തിരിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് ഞാൻ അപ്പപ്പൊടി ഉണ്ടാവില്ലേ, അതാണ് ചേർത്തത്. പിന്നെ അതിലേക്ക് ചെറിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 4 ഏലക്കയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ ഒന്ന് അരച്ചെടുക്കണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം. വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. 1.25 കപ്പ് വെള്ളമാണേ, 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. എന്ന് വെച്ചാൽ ഇത് പൊടി അടിയിൽ പോയി കിടന്നിട്ടൊരു കട്ട പിടിച്ചെടുക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കുന്ന ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് അരയണ സംഭവം, അരയാനുള്ളതൊന്നും ഇല്ലല്ലോ, വേഗം കഴിയും. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു ബൗളിലോട്ട് ഇത് മാറ്റി വെക്കാം. കുറച്ച് വലിയ ബൗൾ എടുക്കണം കേട്ടോ. എന്നിട്ട് ആ ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര ഒരു 300 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുക്കണേ. ശർക്കരയ്ക്ക് 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് അരിച്ചെടുക്കുക. അപ്പോൾ അതേ സമയം തന്നെ നമുക്ക് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെക്കുക. കുക്കർ വെക്കണം കേട്ടോ, അതേപോലത്തെ പാത്രമാണ് നല്ലത്, കുക്കർ തന്നെ നല്ലത്. അപ്പോൾ എൻ്റെ എല്ലാ കുക്കർ ഇപ്പോൾ ഇതാണ് കേട്ടോ, ചെറിയ കുക്കർ, പഴയതാണ്, ഓൾഡ് കുക്കറാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു 10 കൊല്ലം പഴക്കമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ കുക്കറിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചേർക്കണത് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം തേങ്ങ കൊത്താക്കിയിട്ട് ചെറുതാക്കി നുറുക്കിയതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ ആക്കണം. അപ്പോൾ അതേ സമയം തന്നെ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടിയും ഒരേപോലെ കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കിത് കഴിയും. അപ്പോൾ ഇത് നല്ലോണം വറുത്ത് ബ്രൗൺ കളറാവണ വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര മെൽറ്റായി വരട്ടെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അത് മൂത്ത് വരുമ്പോഴത്തേക്കും ശർക്കരയും മെൽറ്റായി കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടോടെ തന്നെ നമുക്ക് അരിച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത അരിപ്പൊടിയുടെ മിക്സില്ലേ, അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനത് മിക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തെന്ന് വെച്ചാൽ ഞാൻ ഒരു കൈ കൊണ്ട് ഷൂട്ട് ചെയ്യുകയും ഒഴിക്കുകയും ചെയ്യുന്നത് കൊണ്ടിട്ട് പെട്ടെന്നത് മിക്സ് ചെയ്യണം. അതുകൊണ്ടാണ് ഡിലേ വന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾ ഒഴിച്ച് മറ്റേ ആൾ മിക്സ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കഴിയും. അങ്ങനെ ഇനി നമുക്കിത് വേഗം മിക്സ് ചെയ്ത് കൊടുക്കാം. സമയം കളയരുത്, പെട്ടെന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആരെടുത്ത് വരുള്ളൂ. അല്ലെങ്കിൽ അത് സമയം കഴിയുന്തോറും അത് പെർഫെക്റ്റ് ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടി വേണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പം നോക്ക്, കുക്കറിലെല്ലാം ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടില്ലേ, സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഫുൾ ഫ്ലെയിമിൽ വെക്കുക. എൻ്റെ സൈഡിൽ കൂടി ബബിൾസൊക്കെ വന്ന് കഴിയുമ്പോൾ കുക്കർ അടച്ച് വെക്കുക. അപ്പോൾ വെയിറ്റ് ഇടാതെ നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആക്കി കിട്ടും. അപ്പോൾ കണ്ടില്ലേ, സൈഡിലൊക്കെ ബബിൾസ് വന്നപ്പോൾ ഞാൻ അടച്ചിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, വെയിറ്റ് ഇട്ട് കൊടുക്കണ്ട. അതിൻ്റെ മുകളിൽ കൂടി നല്ലോണം ശക്തിയിൽ ആവി വരുമ്പോൾ നമുക്കൊന്ന് കുക്കർ തുറന്നിട്ടൊന്ന് കുത്തി നോക്കാം. കണ്ടില്ലേ, ഇതിലിപ്പോൾ സ്റ്റിക്കായിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. കണ്ടില്ലേ, ഞാൻ ചൂടാറിയപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. നല്ല ആരെടുത്ത പോലത്തെ കലത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, പെട്ടെന്ന് കഴിയും. കലത്തപ്പമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. കണ്ടില്ലേ, ശരിക്കും നല്ല ആരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.
ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ കാണാം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മറിയംസ് ലിറ്റിൽ ഓവൻ. ബൈ.